ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഒരു പ്രതികരണം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി ഗൈസ്, കൊണ്ട് ചെയ്യണതാണ്. വീഡിയോ എങ്ങനെയാണ് വരുന്നത്: രേണു സുധി ഒരു ക്രിമിനലാണ്, സ്വയം ശ്രദ്ധ പിടിക്കാനായി നെഗറ്റിവിറ്റി കളിക്കുന്ന ഒരു ടോക്സിക് മൈൻഡ്. കാണാണ്ടെങ്കിൽ ഇതാണ് സംഗതി. ഇത് ഓസം ലൈഫ് എന്നുള്ള യൂട്യൂബ് ചാനൽ ബ്രോ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബ്രോ ഒരു ആക്ടറാണ്, ആക്ടിവിസ്റ്റാണ് എന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പോയിന്റുകൾ വെച്ചിട്ട് അപ്പോൾ എനിക്ക് സംസാരിക്കാൻ തോന്നി. രേണുവിൻ്റെ കുടുംബം നോക്കലല്ല, ഒരു മിനിറ്റ് അതിൻ്റെ തമ്പനയിൽ കാണിച്ചു തരാം കേട്ടോ. രേണുവിൻ്റെ കുടുംബം നോക്കലല്ല മലയാളികളുടെ ജോലി. ഇതാണ് തമ്പനയിൽ. ഒന്നാമത്തെ കാര്യം, രേണുവിൻ്റെ കുടുംബം നോക്കലല്ല മലയാളികളുടെ ജോലി. ശരിയാണ്, അതും ആവാം, അങ്ങനെ ആഗ്രഹമുള്ള ആളുകളും ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നോക്കുക. ആദ്യം ഇതിനു മുമ്പ് ഇതിൻ്റെ താഴെ നിന്നുള്ള കുറച്ച് കമൻറ്റുകൾ നോക്കുക. എനിക്കൊന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഒബ്ജക്റ്റീവായി ചിന്തിക്കുന്ന ആളുകളെ ഈ സത്യാനന്തര കാലഘട്ടത്തിൽ വലിയ താല്പര്യമില്ല തോന്നുന്നു. അല്ലെങ്കിൽ ആളുകൾക്ക് സത്യം എന്ന് പറയുന്നത് അതും ട്വിസ്റ്റ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണോ എന്ന് എനിക്കൊരു പേടിയുണ്ട് കേസ്. അപ്പോൾ ഇതിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. അതുമാത്രമല്ല, വേറെയും കുറച്ച് പോയിന്റുകളുണ്ട്. എങ്ങനെയാണ് അതോ ബ്രോന് ഒരു പ്രത്യേക പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങളെ ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് അറിയില്ല. നമ്മൾ ഒരു കാര്യത്തെ പല പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കാണുമ്പോഴേ നമുക്ക് കുറച്ചുകൂടി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും തോന്നുന്നു അല്ലേ. ഇതിൻ്റെ താഴെ നിന്നുള്ള കുറച്ച് കമൻറ്റുകൾ ആദ്യം നോക്കുക, എന്നിട്ട് സംസാരിക്കാം. 50 ലക്ഷം രൂപയുടെ വീട് കിട്ടിയിട്ട് അതിനൊരു വിലയും ഇല്ല. ആ സ്ത്രീ അഹങ്കാരിയാണ്. നിങ്ങളുടെ അവതരണം സൂപ്പർ, ലവ് ചിഹ്നം. ഓക്കെ ഗൈസ്, ഞാൻ അതിൻ്റെ ഇത് ആദ്യം പറ്റേ. 50 ലക്ഷം രൂപയുടെ വീട് കിട്ടിയിട്ട്, 50 ലക്ഷം രൂപയുടെ വീടല്ല ഇത് ഉണ്ടാക്കിയ ആൾ പറയുന്നത്, 25 ലക്ഷം രൂപയുടെ വീടാണ് പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എവിടുന്ന് 50 ലക്ഷം വന്ന്? ഒന്നാമത്തെ കാര്യം, ഫാക്ച്വലി അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നാണ് അറിയില്ല. ഞാനെവിടെയും കേട്ടില്ല 50 ലക്ഷത്തിൻ്റെ വീടാണ്. വീടിന് 25 ലക്ഷമാണ്. അതിനൊരു വിലയുമില്ല. വിലയുമില്ല എന്നിങ്ങനെ കാണിക്കണേ. അവരവിടെ ജീവിക്കുന്നുണ്ട്, വില കൊടുക്കണ്ടല്ലോ. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡെയിലി ആ വീടിനെ പൂജിക്കണം എന്നാണ് ഞങ്ങൾ പറയണത്. അവർ വില കൊടുക്കുന്നില്ല എന്നെങ്ങനെ അവർക്ക് മനസ്സിലായത്? ആ സ്ത്രീ അഹങ്കാരിയാണ്. അത് ഓരോരുത്തർ പേഴ്സ്പെക്റ്റീവ് അല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യം എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ കാണിക്കുന്നതൊക്കെ അഹങ്കാരമായിട്ട് തോന്നുക. അതിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പേഴ്സണലി അറിയണവർക്ക് അല്ലാതെന്ന് തോന്നുന്നുണ്ടായിരിക്കും, എനിക്ക് അറിയില്ല. അതൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ പേഴ്സ്പെക്റ്റീവൊക്കെ മാറി വരാം. ആ സ്ത്രീ അഹങ്കാരിയാണ്. നിങ്ങളുടെ അവതരണം സൂപ്പർ. അവതരണമൊക്കെ അടിപൊളിയാണ്. അതിപ്പോൾ എല്ലാവരിലും എന്തെങ്കിലും പോസിറ്റീവ് നമുക്ക് കാണാൻ കഴിയും. അടിപൊളി, സൂപ്പർ, ലവ് ചിഹ്നം. ഓക്കെ, എൻ്റെ താഴെ 100% കറക്റ്റുമുണ്ട്. ഇപ്പം അതിൻ്റെ താഴെ എത്ര കറക്റ്റായി സംസാരിച്ചു, വെരി ഗുഡ്. ഓരോ പോയിൻറ്റ്സ് എടുത്തു കാട്ടി. ഞാൻ പോയിൻറ്റുകൾ നമ്മൾ നോക്കണം കേട്ടോ. അവൾ ആരോ ആണ് എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്നത് നല്ലതല്ലേ? അതൊരു കോൺഫിഡൻസിൻ്റെ ഭാഗമല്ലേ? ഒരാളുടെ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി അവർ സ്വയം ആരൊക്കെയാണെന്ന് വിചാരിക്കുന്നത് നല്ലതല്ലേ? പിന്നെ നമ്മൾ എന്താ വിചാരിക്കുക, നമ്മളൊന്നും അല്ലാന്നോ? ശരി, അങ്ങനെ ഒരു എളിമ കാണിക്കുക. അങ്ങനെ എളിമ കാണിച്ച ആളുകളെ പറ്റിക്കണവരുമുണ്ട്. നമ്മൾ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഹമ്പിളായിട്ടിരിക്കുക, വിനയാന്വിതനായി ഇരിക്കുക പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ എപ്പോഴും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റണമെന്നില്ല. ചില സമയത്ത് നമ്മൾ ഈഗോ കാണിക്കേണ്ടി വരും. ഈ സമൂഹത്തിൽ അങ്ങനെ ജീവിക്കേണ്ടി വരും ചില സമയത്ത്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയട്ടെ, നമ്മളിങ്ങനെ താഴ്ന്നു നോക്കുമ്പോൾ ചില ആളുകൾ, ടോക്സിക് മൈൻഡായ ആളുകൾ അത് മുതലെടുക്കും. അപ്പോൾ അവരോട് ചിലപ്പോൾ നമ്മൾ ഈഗോ വെച്ച് സംസാരിക്കേണ്ടി വരും. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പലരും എന്നോട് എന്നെ ചീത്ത വിളിക്കാറുണ്ട്. എന്നോട് ജെനുവിനായിട്ട് ഇഷ്ടമുള്ള ആളുകൾ. ഈഗോ കാണിക്കണം, മനുഷ്യന്മാർക്ക് ഈഗോ ഉണ്ടെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ നമ്മളിത് ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ട് മാറ്റി പിടിക്കേണ്ടി വരും. നിങ്ങൾക്ക് തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. നിങ്ങൾ ഡിസേർവിങ് ആയ അർഹതപ്പെട്ട ആളുകളുടെ മുന്നിൽ വിനയം കാണിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആരൊക്കെയാണെന്ന് ചിന്തിക്കൊണ്ടിരുന്നാലും ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. ഇതും എന്താ പറയുക, അടിപൊളിയായിട്ട് പറഞ്ഞു. അവൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. തുനിഞ്ഞിറങ്ങട്ടെ. ഇനിയിപ്പോൾ എന്താ, നാണവും മാനവും ഇല്ലാത്തവൾ അത്രേ. നാണവും മാനമൊക്കെ ഇവർ എന്ത് വെച്ചിട്ട് അളക്കണത് എന്ന് എനിക്ക് മനസ്സിലാവത്ത്. അടുത്ത് റീന ജോണിയുടെ കമൻറ്റാണ്. നല്ല രീതിയിൽ സംസാരിക്കുന്നു, സൂപ്പർ. പറയേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ പറയുന്നു. ഇവർക്ക് സപ്പോർട്ട് ചെയ്താണ് അവരെ സപ്പോർട്ട് ചെയ്ത് ഉയർത്തിയെടുത്തു. അപ്പം ഇനി അവർക്ക് സ്വയം ഉയരാൻ സാധിക്കില്ല അല്ലേ? നാട്ടുകാരെ സപ്പോർട്ടിന് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അവരെ ഉയർത്തിയെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്, അവർ ചെയ്യുന്നത് എത്രയോ നല്ല കലാകാരികളും ഇപ്പോഴും ഉണ്ട്. എത്രയോ ഇതെന്താ, ഈ അവൾ ചെവിക്കല്ല് തീർത്ത് കൊടുക്കുകയാണെങ്കിൽ ശകലം ബോധം വരികയായിരിക്കും. ചെവിക്കല്ല് തീർത്തിട്ട് രേണുസുധീനെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ശകലം ബോധം വരികയായിരിക്കുന്നു. അത് തല്ലാണെന്നാണ് പറയണത്.
പൊന്നു സുഹൃത്തേ, ഒരാൾ ശാരീരികമായിട്ട് കൈയേറ്റം ചെയ്യാനുള്ള രീതിയിൽ ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ലോകത്ത് ഇരിക്കണം? ഇവിടെ നിയമ സംവിധാനം നോക്കില്ലേ? ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ? എനിക്കതാ മനസ്സിലാവാത്തത്. എത്ര പബ്ലിക്കായിട്ടാണ് ഒരാളെ ഹ്യൂമിലിയേറ്റ് ചെയ്യണത്. അപ്പം നിങ്ങൾ തല്ലി നന്നാക്കാൻ വേണ്ടി നിൽക്കണ ഒരാളാണോ? ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു അങ്ങനെ ഒരാളാണോ രേണുസുതി? രേണുസുതി അല്ല, ഒരാളോട് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവും എന്നൊക്കെ നിങ്ങളതല്ലേ ഇപ്പോൾ ഉദ്ദേശിച്ചത്? കഷ്ടം. അതിന് മറുപടി എന്താ കൊടുത്തരണം? ചിരിച്ചുകൊണ്ടുള്ള ഒരു സാധനമാണ് ഗൈസ്. ഇയാൾ എന്ത് കലാകാരനാണ്? എനിക്കത് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യുക? ജോലി എടുക്കാതെ പണമുണ്ടാക്കാൻ നടക്കുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറയപ്പെടുന്നവരാണ് അവർ അനാവശ്യമായി വളർത്തുന്നത്. ആര് പറഞ്ഞേ? ജോലി എടുക്കാതെ പണമുണ്ടാക്കാൻ നടക്കുന്ന എന്ന് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് അത്രേ. എല്ലാവർക്കും വളഞ്ഞ വഴിയാണ് താല്പര്യം. കഷ്ടം തോന്നുകയാണെന്ന്. ഇനി വീഡിയോയ്ക്ക് വരാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ്. ഇന്നലെ നമ്മൾ രേണുസുതി എന്ന് പറയുന്ന കഥാപാത്രത്തെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. രേണുസുതി എന്ന് പറയുന്നതിനേക്കാൾ വീഡിയോ കണ്ടു, പരിതാപകരമായിരുന്നു. ബ്രോൻ്റെ എല്ലാവരെയും അഭിപ്രായങ്ങളെ മാനിച്ച അടിപൊളിയായിരിക്കും. ഞാൻ അഭിപ്രായങ്ങൾ മാനിക്കണം, പക്ഷേ എനിക്കത് വളരെ ക്രുക്കഡ് മൈൻഡായിട്ട് ചെയ്ത ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അത്ര എക്സ്പോഷർ ഈ ബ്രോന് ആ ഒരു വിഷയത്തിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടായിരിക്കും. ദുരുദ്ദേശം എന്തോ ആയിക്കോട്ടെ, എനിക്കറിയില്ല. എനിക്കതെന്തോ വലിയ പ്രോഗ്രസീവായ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡ് അതിലുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ റിഗ്രസീവാണ്. ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ, അവകാശത്തെയും വളരെ ലിമിറ്റ് ചെയ്യപ്പെടണം എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ആണ് ആ പോയിന്റുകൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഗൈസ്. എനിക്ക് തോന്നുന്നു ആ പേര് വളരെ പരിചിതമായിട്ടുണ്ടാവും മലയാളികൾക്ക്. നമുക്ക് ആ പേരൊന്ന് മാറ്റി പിടിക്കാം, രേഷ്മ തങ്കച്ചൻ എന്നാക്കാം. അതായിരിക്കും കൂടുതൽ. അതായത് രേണുസുതി എന്നുള്ള പേര് മാറ്റി രേഷ്മ തങ്കച്ചൻ എന്നൊക്കെയാണ്. വൈ ഇവർ പേര് മാറ്റിയാണ് ഒരാളുടെ പേര്. ഞാനൊരു കാര്യം പറ്റേ, നമ്മുടെ ജെൻഡർ പോലും ഇപ്പം ഞാനൊരു പെണ്ണാണെന്ന് ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഡെമോക്രാറ്റിക് കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു ലിബറൽ കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമയത്താണ് ഒരാൾ എൻ്റെ പേര് ഇതാണെന്ന് പറയുമ്പോൾ എല്ലാവരും അത് അംഗീകരിക്കുന്ന ഒരു പേര് പബ്ലിക്കിൽ അവരിങ്ങനെ പറഞ്ഞു വന്ന പേരിനെ ഇവർ മാറ്റണത്. ശരി, എന്തോ വിളിക്കട്ടെ. അതിന് ഭംഗി കൊടുക്കുന്നത്. അപ്പം നമ്മുടെ രേഷ്മ തങ്കച്ചനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്നലെ. അത് വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് മറ്റൊരു കാരണവും എന്നെ അതിലേക്ക് നയിച്ചിട്ടില്ല. ബിഷപ്പ് നോബൽ ഫിലിപ്പ് അദ്ദേഹത്തിനെ ഒക്കെ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ മാനസിക സംഘർഷം ഉണ്ടല്ലോ, അത് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു റിയാക്ഷൻ ഞാൻ കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും ഞാനൊരു യൂട്യൂബറായിട്ടോ ആക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടോ മാറുന്നില്ല. കാരണം അത്രയും വലിയൊരു പേഴ്സണാലിറ്റി, അത്രയും വലിയൊരു മഹാപുരോഹിതനെയൊക്കെ ഇത്തരം ഇവരുടെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ദ എൻറ്റയർ ക്രിസ്ത്യാനിറ്റിയെ, ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനിറ്റിയെ അപമാനിക്കുന്ന രീതിയിലാണ് അവരുടെ PR വർക്കിന് വേണ്ടിയിട്ട് ഇത്തരം മഹാവ്യക്തിത്വങ്ങളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പറയട്ടെ ഗേസ്. ഇത് കൃത്യമായ അജണ്ട വെച്ചുള്ള വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗേസ്. ബിഗ് ബോസിൽ രേണുസുതി സെലക്ട് ചെയ്യപ്പെടാൻ പോകുന്നോ പെട്ടുവെന്നോ എന്ന് അറിയുന്ന ഒരവസ്ഥയിൽ വരുന്ന സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നത് ഗേസ്. എൻ്റെ ക്രിസ്ത്യാനിറ്റീനെ എങ്ങനെ ഇവർ അപമാനിച്ച് എനിക്ക് മനസ്സിലായില്ല. ഒരു പോയിന്റ് പറഞ്ഞു, എങ്ങനെ എൻ്റെ ക്രിസ്ത്യാനിറ്റീനെ അപമാനിച്ച് ബിഷപ്പിനെ ഇതിലേക്ക് വലിച്ചടിച്ചു എന്ന്. എങ്ങനെ വലിച്ചടിച്ച് പിടിച്ച് കൊണ്ടുവരികയാണോ ചെയ്തത് ബിഷപ്പിൻ്റെ പേര് മനഃപൂർവ്വം ഇതിലേക്ക് ഇട്ടു എന്നാണ് പറയുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരുടെ രേണുസുതിയുടെ വീഡിയോസിലൊക്കെ രേണുസുതി കൃത്യമായിട്ട് വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ബിഷപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അത് ക്രിസ്ത്യാനിറ്റിയെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന സംഗതിയായിട്ട് മാറുന്നത്? ബിഷപ്പിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ബിഷപ്പ് അതിൽ പറയുന്നുണ്ട്. ബിഷപ്പിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ രേണുസുതി അതിനോട് പ്രതികരിച്ചില്ല. അങ്ങനെ അപ്പോൾ രേണുസുതിക്ക് അത് പ്രതികരിക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരാൾ സൈലൻ്റായിട്ട് നിന്നു എന്നുള്ളത് കൊണ്ട് വേറൊരാൾക്ക് ഇൻസൾട്ടഡ് ആയിട്ട് തോന്നി എന്നൊരു സംഗതിയാണ്. അത് രേണുസുതി തന്നെ പല വീഡിയോയിൽ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയുക കേസ്. എനിക്കത് ഇൻസൾട്ട് ആയിട്ടൊന്നും തോന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. If you are someone who procrastinates a lot, no matter how hard you try, but you cannot get things done. വ്യക്തിത്വങ്ങളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക.
ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലേ. എത്രയോ ആളുകൾ നേരം വെളുത്താൽ വൈകുന്നേരം വരെ എല്ലുമുറിയെ പണിയെടുക്കുന്നുണ്ട്. ഏതെല്ലാം മേഖലകളിൽ പണിയെടുക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് 10,000-15,000 രൂപയ്ക്ക് അല്ലേ ജോലി ചെയ്യുന്നുണ്ട്. പെട്രോൾ ബങ്കുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ 6,000 മുതൽ 12,000-15,000 ഒക്കെ അവരുടെ സാലറി ഉള്ളൂ. ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അത്രത്തോളം ദുഷ്കരമായ സാഹചര്യം. ഇതിൽ പറയുന്ന വേറെ കണ്ടിട്ട് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് ഒരു ഫോട്ടോ സീലിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒരു ഫോട്ടോ ഇങ്ങനെ ദാനം തന്നതല്ലേ എന്നോർത്ത് മാത്രമാണ് ഇത്രയും കാലം പ്രതികരിക്കാതെ ഇരുന്നത് രേണുവിൻ്റെ പിതാവ്. അതിന് മുമ്പേ രേണുസുതി പറഞ്ഞ വേറൊരു കാര്യം ഇതിലിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ എൻ്റെ വീട്ടിലൊരു സാധനം വെക്കണമെങ്കിൽ എത്ര ആൾക്കാരെ ബോധിപ്പിക്കണമെന്ന്. ഇതൊക്കെയാണ് ഇതിൽ ഇറക്കി കൊടുത്തത്. ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഈ വീഡിയോയിൽ എന്താ മൂപ്പര് ഉദ്ദേശിച്ച് അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി ഒരു അജണ്ട ഉണ്ട് തോന്നുന്നു. അതായത് ഞാൻ കഴിയട്ടെ, ഒരാളെ സഹായിക്കുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങളെ സഹായിച്ചു വരിക, എന്നിട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്നോട് കൂറുള്ള ആളായിരിക്കണമെന്നും അതായത് ഞാൻ സഹായിച്ചാലേ നിങ്ങൾ നന്നാവാൻ പാടുള്ളൂ എന്നൊക്കെ ഞാൻ ചിന്തിച്ചുള്ള ഒരു അവസ്ഥ വെച്ചേക്കും. ആൾക്കാരങ്ങനെ ചിന്തിക്കണമെന്നല്ല. ഒരു പക്ഷേ പൊതുസമൂഹം ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് എന്നിട്ട് നിങ്ങളെ സഹായിച്ചു, ഇത് കാണുന്ന നിങ്ങളെ സഹായിച്ചു വിചാരിക്കും. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് വളർന്നു വരുന്നത് എനിക്ക് ചിലപ്പോൾ ഒരു കണ്ണുകടി ഉണ്ടാക്കാം. ഞാൻ ഈഗോ ഉള്ള ലിബറലായി ചിന്തിക്കുന്ന ഒരാളല്ലെങ്കിൽ മനുഷ്യ സഹജമാണ് ഞാൻ അതിനങ്ങനെ എടുക്കുന്നത്. അവരവരെ സ്വതന്ത്രമായിട്ട് വളർന്നു വരുന്ന സംഗതി ആളുകൾക്ക് പിടിക്കണമെങ്കിൽ അത് നമ്മൾ സഹായിച്ചതല്ലേ, എന്നിട്ട് അവർ സ്വയം വളർന്നു വരും. അതെന്താ അങ്ങനെയാണ്. പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അവർ സ്വയം എംപവേർഡ് ആവുക എന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്ന ഒന്നായിരിക്കൂലേ. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക അല്ലേ. എന്നും മറ്റുള്ളവർ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുകയാണോ രേണുസുതി ചെയ്യുന്നത്? അല്ലല്ലോ. രേണുസുതിയുടെ രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് കണ്ണുകടിയുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള ഒരു രീതിയിൽ സംസാരിക്കുന്നത്. വീഡിയോസ് ചെയ്യുന്ന കാര്യമില്ല ഞാൻ പറയുന്നത്. പൊതുവെ പൊതുസമൂഹം അങ്ങനെയുള്ള ഒരു സമൂഹമാണ് രേണുസുതിനെ അഹങ്കാരിയാണ് അവളെന്താ അങ്ങനെ, അവൾക്ക് പണിക്ക് പോയി ജീവിച്ചുകൂടെ, അല്ലെങ്കിൽ കടയിൽ പോയി ജീവിച്ചുകൂടെ, ദാനം കിട്ടിയ വീട് എന്നൊക്കെ പറയുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഗൈസ്. എനിക്കറിയില്ല എൻ്റെ പേഴ്സ്പെക്റ്റീവ് തെറ്റാണെന്ന് എനിക്കങ്ങനെ തോന്നുന്നത്. നമ്മളൊരു പേഴ്സണാലിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് അവർ ഇപ്പം നിങ്ങൾ ഒരു ഹെൽപ്പ് ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു, നിങ്ങളെന്നും ഈ ഹെൽപ്പിന് കാത്തു നിൽക്കാണ്ട് നിങ്ങളുടേത് അതല്ലെങ്കിൽ സങ്കടപ്പെട്ട് എന്നെ സഹായിച്ചു എല്ലാവർക്കും നന്ദിയുണ്ട്, നിങ്ങൾ വലിയ ആളുകളാണ് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ടാവില്ലേ, ഞാൻ സഹായിച്ചു, എന്നെ കുറിച്ച് ഇങ്ങനെ പറയണം, അയ്യോ കുഴപ്പമില്ല കേട്ടോ സഹായിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല, എൻ്റെ നല്ല മനസ്സാണ്, ഇങ്ങനെ ജീവിക്കണോ, അതാണ് നിങ്ങൾ പറയുന്നത്, എന്നും ഇങ്ങനെ ജീവിക്കണോ. അപ്പോൾ അവർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം കോൺഫിഡൻ്റായിട്ട് പണിയെടുത്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ട് വരികയാണെങ്കിൽ ഞാനതിനെ റെസ്പെക്റ്റ് ചെയ്യല്ലേ വേണ്ടത്, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യല്ലേ, നിങ്ങളുടെ എഫേർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യല്ലേ വേണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ അയാളെ നിങ്ങളെ സഹായിച്ചു, നിങ്ങളെന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു, അങ്ങനെ ചെയ്തു അപമാനിച്ചു, ഇങ്ങനെയാണോ? പൊതുസമൂഹത്തിനെതിരായിട്ട് രേണുസുതി ക്രിമിനൽ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണോ? ഏത് ലോകത്ത് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ ഏതോ ലോകമാണ് തോന്നണം. വർക്ക് ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ വയനാടുകാരനാണ്, ചൂരൽമലക്കാരനാണ്, അറിയാലോ ദുരന്തം സംഭവിച്ച മുണ്ടക്കായി ചൂരൽമല ജനിച്ചു വളർന്ന ആളാണ്. അവിടെയുള്ള ആളുകളുടെ ഒരു വിഷമം ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. കാരണം എത്രയോ ചൂരൽമലക്കാരനാണ്. അവിടെയുള്ള ആ ലാൻഡ് സ്ലൈഡിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഞാൻ അദ്ദേഹം അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്. മൂപ്പര് അവരെ ഓർക്കുന്നുണ്ടല്ലോ, ആ ഒരു വിഷയത്തിലേക്ക് എടുത്തിരുന്നുണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ. പക്ഷേ രേണുസുതിയുടെ കാര്യം ഇവരുടെ കാര്യമൊക്കെ ഇട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ എനിക്കതൊരു ടോക്സിക് പോസിറ്റിവിറ്റി ആയിട്ട് തോന്നും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യട്ടോ, ടോക്സിക് പോസിറ്റിവിറ്റി. അതായത് അത് കുറേ ഉണ്ട് സംസാരിക്കാൻ. ടോക്സിക് പോസിറ്റിവിറ്റിയെ കുറിച്ച് പറയുന്ന വീഡിയോ അല്ല അത്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ജസ്റ്റ് ഒരു സംഗതി സൂചിപ്പിച്ചു തരാം. ഇപ്പം നിങ്ങൾക്കൊരു പ്രശ്നം വിചാരിക്കുക. ഇപ്പം നിങ്ങളുടെ പ്രശ്നത്തെ ഇപ്പം ഞാൻ പറയുകയാണ്, നിങ്ങളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ എന്നു വെച്ച് പറഞ്ഞു വിചാരിക്കുക. അതിനർത്ഥം നിങ്ങളുടെ ബുദ്ധിമുട്ട്, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് പ്രശ്നമല്ല, ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണോ? നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് വലിയ പ്രശ്നമായിരിക്കും. ഞാൻ അത് വേർന്ന് വെച്ച് കമ്പയർ ചെയ്ത് ഇങ്ങനെ പറയുമ്പോൾ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കണം വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ തീവ്രത അത് കുറയ്ക്കണം എന്നില്ല. ദിസ് ഈസ് ടോക്സിക് പോസിറ്റിവിറ്റിയുടെ ഒരു വശം. ഇവിടെ എനിക്കിതായിട്ടാണ് പലപ്പോഴും ഇയാൾ ഇത് പറയണ പല കാര്യങ്ങളും തോന്നി. പലതും ഇപ്പോൾ പറയില്ലേ, ടെക്സ്റ്റൈൽ ഷോപ്പിൽ 10,000-ന് 15,000-ന് പണിയെടുക്കുന്നവരുണ്ട്. സോ വാട്ട്? അതുകൊണ്ട് രേണുസുതിയുടെ പ്രശ്നങ്ങളല്ലാണ്ടാവുമോ? അല്ലെങ്കിൽ രേണുസുതി അതുപോലെ ആവണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നൂറുകണക്കിന് ആളുകൾ ഇന്ന് വീടും
അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാതെ സർക്കാരിൻ്റെ കനിവിന് വേണ്ടിയിട്ട് അല്ലെ, സർക്കാരിലേക്ക് എത്രയും ഫണ്ട് ഇട്ട് കൊടുത്തിട്ടും ഒന്നുമാകാതെ ഇന്നും 1 വർഷമായിട്ടും സർക്കാരിൻ്റെ കനിവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അതായത് പൊതുസമൂഹത്തിൻ്റെ കനിവിന് വേണ്ടിയിട്ട്, ഞാൻ സർക്കാരിൻ്റെ കാര്യമല്ല കേട്ടോ ഇവിടെ പറഞ്ഞത്, ആൾക്കാർ രേണുസുദിനെ സഹായിച്ചു. അതുകൊണ്ട് ആൾക്കാരെ സഹായത്തിന് വേണ്ടി കനിവിന് വേണ്ടി രേണുസുതി എന്നും നിലകൊള്ളണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ദിസ് ഈസ് ഹൈറാർക്കിക്കൽ. ഇതൊരു മാടമ്പിത്തരമാണത്. ആഠ്യത്വം എന്നൊക്കെ പറയില്ല, നമ്മൾ ഓച്ചാനിച്ച് നിൽക്കണ രേണുസുതി പൊതുസമൂഹത്തിന് മുന്നിൽ എന്നാണ് പറഞ്ഞു വരുന്നത്. അവർ സ്വയം കോൺഫിഡൻ്റ് ആയിട്ട് വളർന്നു വരാൻ മുന്നേറാൻ പറ്റൂല, നിങ്ങൾ സമ്മതിക്കൂലേ? നിങ്ങളെയൊക്കെ വലിയ അവസ്ഥയിൽ എത്തും വിചാരിച്ചിട്ടാണോ? നൂറുകണക്കിന് ആളുകളുണ്ട് ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ. ആ ഒരു അവസരത്തിലാണ് എനിക്കിത് ആകുമ്പോൾ പെട്ടെന്ന് ഓർമ്മ പെരുന്തച്ഛൻ്റെ കഥയായിട്ട് ഓർമ്മ വരുന്നത്. പെരുവിരൽ വാങ്ങിയല്ല, എന്തായാലും പറയുന്നില്ലേ, കൊന്ന് മകനെ കൊല്ലിയല്ലേ, ഇത് പെരുന്തച്ഛൻ്റെ കഥയിലല്ലേ സംഭവിക്കണേ? നമ്മളെ കഥ വെച്ചിട്ട് ഞാൻ മൂപ്പരെ ഇൻസൾട്ട് അങ്ങനെയല്ല കേട്ടോ, ഒരു കഥ. ഇപ്പോൾ എന്നേക്കാൾ വലുതായിട്ട് വേറൊരാൾ വരികയാണ്, ഞാൻ അയാളെ തുടക്കത്തിൽ സഹായിച്ചു വളർന്നു വരാൻ, പക്ഷെ എന്നേക്കാൾ വലിയ രീതിയിൽ വളർന്നു വരുമ്പോൾ എനിക്കത് സമ്മതിക്കൂല, തടയണം, മണ്ടയ്ക്കൊന്ന് കൊടുക്കണം. ഇതാണോ പരിതാപകരം, കഷ്ടം. ഒരു കലാകാരൻ, സുധി എന്ന കലാകാരൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കലാകാരൻ എന്നുള്ള പരിഗണന വെച്ച് ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ, പ്രവാസി ആളുകൾ അവർക്ക് വീട് വെച്ച് കൊടുക്കാനും അവർക്ക് ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങി. അത് അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്, മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്. പക്ഷേ ആ ഒരു കൂട്ടായ്മ, ആ ഒരു അവർ ചെയ്ത ആ ഒരു സൽപ്രവൃത്തി, ഒരു ഗുഡ് ആയിട്ടുള്ള അവരുടെ ആക്ടിവിറ്റി ഇന്ന് വളരെ മോശമായ രീതിയിൽ, വികൃതമായ രീതിയിൽ അത് ചെയ്യണ്ടായിരുന്നു എന്നുള്ള ഒരു മാനസിക സംഘർഷത്തിൽ ഇന്ന് എത്തിച്ചിരിക്കുകയാണ് രേണുസുതിയും. ചെയ്യണ്ടായിരുന്നു എന്നുള്ള മാനസിക സ്ഥിതിക്ക് എത്തിച്ചിരിക്കുകയാണ്. നിങ്ങളെന്താ സർവേ നടത്തിയോ? ഈ സഹായിച്ച ആളുകളുടെ അടുത്തൊക്കെ ചോദിച്ചോ അങ്ങനെ അവരെ സഹായിക്കണ്ടായിരുന്നു എന്ന്? എത്ര ആധികാരികമായിട്ടാണ് പറയണത്? ഈ സഹായിച്ച ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞോ നിങ്ങളുടെ അടുത്ത് സഹായിച്ചത് മോശമായി, സഹായിക്കണ്ടായിരുന്നു എന്ന്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ പറയണ, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ രേണുസുദീനെ കുറ്റം പറയുന്ന ആളുകളുടെ അതേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സുധിയുടെ അച്ഛനായ തങ്കച്ചൻ എന്ന് പറയുന്ന മനുഷ്യനും നിങ്ങൾ ഏവരും കണ്ടു കാണും സോഷ്യൽ മീഡിയയിലൂടെ. എത്ര വൃത്തികെട്ട രീതിയിൽ, എത്ര മോശമായ രീതിയിലാണ് ആളുകളെ അവർ അവഹേളിച്ചത്. നിങ്ങൾ ആലോചിച്ചു, ആളുകളെ അവഹേളിക്കുകയാണ് രേണുസുദീൻ തങ്കച്ചനൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതിനൊക്കെ മോശമായിട്ട് രീതിയിലാണ് നിങ്ങൾ രേണുസുദീനെ അവമാനിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തെ, അല്ലേ? അത് ശരി. ഒരുത്തന്നെ തെറി വിളിച്ചു, ഞാൻ അവനെ പുതിര പിടിച്ചാണ് തല്ലി വിചാരിക്കുക. എന്നിട്ട് ഞാൻ പറയാം അവനെ തെറി വിളിച്ചോണ്ടല്ലേ ഞാൻ തല്ലിയത്, അവൻ എത്ര മോശമായിട്ട് എന്നോട് ചെയ്തു, ഇത്ര ക്രൂരമായിട്ട് എന്നെ തെറി വിളിച്ച്, അപ്പം ഞാൻ അവനെ തല്ലണതൊന്നും ഇവിടെ പ്രശ്നമല്ലേ? നോക്കൂ, നിങ്ങൾ പണിയെടുത്ത പൈസയുടെ ഒരു വിഹിതമല്ലേ ഇവർക്ക് ജീവിക്കാൻ വേണ്ടി, ഇവർക്ക് വീട് വെക്കാൻ വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അല്ലേ? എന്താണ് സുധി എന്ന് പറയുന്ന ആളൊരു കലാകാരനായിരുന്നു. അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ ആ കലാജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റാതെ കടങ്ങൾ മാത്രം കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ആ കുടുംബം ഒറ്റപ്പെട്ടു പോകരുത് എന്നുള്ള സാഹചര്യത്തിലാണ്, ആ ഒരു സിമ്പതിയുടെ പുറത്താണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരെ സഹായിച്ചത്. അതിലേറ്റവും ലോകമെമ്പാടുമുള്ള മലയാളികൾ സഹായിച്ചിട്ടില്ല. ലോകമെമ്പാടുമുള്ള മലയാളികൾ സഹായിച്ചോ? നിങ്ങൾ സഹായിച്ചോ? ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ രേണുസുദീനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു വീട് പണിക്ക്? അങ്ങനെ സഹായിച്ചു തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ, ഒന്ന് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാലോ, അല്ലെങ്കിൽ എൻ്റെ ഒരു വിവരക്കേട് മാറ്റാലോ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് കരാറെടുത്ത് വന്ന ചാനലാണോ അത്? വ്യക്തികളാണോ ഇവർ? ലോകമെമ്പാടുള്ള മലയാളികളോട് സംസാരിച്ച് അവരെല്ലാവരും കൂടി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു ഞങ്ങളെല്ലാവരും രേണുസുധിയെ സഹായിച്ചതാണ്, ഞങ്ങളെല്ലാവരും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് രേണുസുധി, ഞങ്ങൾക്ക് ഇത് ഞങ്ങളെല്ലാവരും രേണുസുധീനെ സഹായിച്ചത് കൊണ്ട് രേണുസുധിയോട് അവരെ സഹായിക്കാൻ ഞങ്ങൾ പാടില്ലായിരുന്നു, അങ്ങനെ മലയാളികൾ ഒന്നടങ്കം പറഞ്ഞോ? മഹത് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ MD ആയിട്ടുള്ള ശ്രീകണ്ഠൻ സാറ്. അവരുടെ ആ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ മറ്റ് ഫേസ്ബുക്ക് കൂട്ടായ്മ ഫിറോസിൻ്റെ നേതൃത്വത്തിലുള്ള FDCI സംതിങ് ഓക്കെ, ആ ഒരു കൂട്ടായ്മയിൽ അവർക്ക് വീട് നിർമ്മിച്ച് നൽകിയത്. അതോടൊപ്പം തന്നെ ആ വീട് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം കൊടുത്തതാരാണ്? ഒരു മഹാപുരോഹിതൻ, ബിഷപ്പായിട്ടുള്ള നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന ബിഷപ്പാണ്, അച്ഛനാണ്. ഇവരുടെ
ഈ ഒരു വർഷം There are 10,000 law firms in London, all of them hungry for talented lawyers owing to a talent. അച്ഛനാണ്. ഇവരുടെ ഈ ഒരു വർഷം, ഈ സുധി മരിച്ചതിന് ശേഷമുള്ള ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഇവരെന്താ ചെയ്തത്? ആ സിമ്പതി, ആ സുധി എന്ന് പറയുന്ന ആ കലാകാരന്റെ സിമ്പതി എടുത്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള ആളുകളെ വിഡ്ഢികളാക്കിക്കൊണ്ട്. ഇതിൻ്റെ വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം തരാം ഗൈസ്. ഇത് 19 മിനിറ്റ് എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള ടൈം ഇത് സ്റ്റോറേജ് കുറവാണ്. 27 മിനിറ്റ് എന്തായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റോറേജ് ഈ ഫോണിൻ്റെ, അതുകൊണ്ട് പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇടയിൽ കയറി സംസാരിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് 4 മിനിറ്റ് എന്തായിട്ടില്ല, 22 മിനിറ്റ് 18 സെക്കൻഡ് വീഡിയോ ആണ്. ഫുള്ളൊന്നും ഇതിലിടാൻ പറ്റില്ല. ഇനി അല്ലെങ്കിൽ നമ്മൾ കണ്ടായിട്ട് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടേണ്ടി വരുന്നു തോന്നുന്നു. സംഗീതത്രേ ഉള്ളൂ. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഒരാളോട് തോന്നണത് സിമ്പതി എമ്പതിയാണ് വിചാരിക്കുക. സിമ്പതി എമ്പതി നമ്മൾ വ്യത്യാസമുണ്ടല്ലോ. സിമ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഒരാളെ സഹായിച്ചു എന്നിട്ട് പറയുന്നത് ഞാൻ അവനെ സഹായിച്ചു. അപ്പോൾ അവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൾ എന്ന് പറഞ്ഞാൽ താണു നിൽക്കുന്ന ആൾ, ഞാൻ പൊന്തിക്കുന്ന ആൾ, ഞാൻ വലിയ സംഭവം. ഇതൊരു സിമ്പതി. എനിക്കിത് ഭയങ്കര ബോറ് പരിപാടിയായിട്ടാണ് തോന്നണത്. സിമ്പതി ഉണ്ടാവാം, പക്ഷേ ഇതിനേക്ക് അടിപൊളിയായിരിക്കും. ഉണ്ടാവുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിനേക്ക് അടിപൊളിയായിരിക്കും തോന്നുന്നത് എമ്പതി ഉണ്ടെങ്കിൽ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ആ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യും. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഇതാണ് പ്രശ്നം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. അതായത് രീതിയിൽ ഇപ്പോൾ കാശ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുക, നല്ല 2 വർത്താനം പറയും, നല്ല 2 കമൻറ്റ് ചെയ്യുക, ഇതൊക്കെ അവർക്കൊരു ഹെൽപ്പായിരിക്കും എമ്പതിയുടെ പുറത്ത്. എന്നിട്ട് അവർ വളർന്നു വരട്ടെ, ഉഷാരാവട്ടെ, നമ്മളെയൊക്കെ പടർന്ന് പന്തലിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് ഇതൊക്കെയാണ് എമ്പതി. അതിൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. അവർ നമ്മൾ മനുഷ്യരായിട്ട് കാണും. നമ്മളെപ്പോലുള്ള ഒരാൾ, നമ്മളാണ് അവരുടെ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും, നമ്മൾ അനുഭവിക്കുന്ന ട്രോമ എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ ആലോചിക്കണേ എമ്പതി പറയുക. ഇവിടെ രേണുസുധിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ രേണുസുധിക്ക് അഹങ്കാരമാണ്, രേണുസുധി ദാനം കിട്ടിയതിന് കുറ്റം പറയുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത് സിമ്പതിയുടെ പുറത്ത് പോകുന്നതാണ്. ഇതൊരു പക്ക പാട്രിയാർക്കി എന്ന് പറയാൻ പറ്റും, പക്ക ഹൈറാർക്കിക്കലായ, പക്ക മാടമ്പിത്തരമുള്ള ഒരു ക്രൂരമായ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേസ്. ഇതാണ് എൻ്റെ അഭിപ്രായം. ദാനം വാങ്ങിയ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ ദാനം കിട്ടിയ ഒരു സംഗതിയെ, ഒന്നാമത്തെ കാര്യം ദാനം കിട്ടിയ പറഞ്ഞാൽ ആ ദാനം കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കാൻ ആൾക്കാർ ആരെങ്കിലുമൊക്കെ വരുമായിരുന്നു. അങ്ങനൊരു അവസ്ഥയായിരുന്നു. വൈഡ് പബ്ലിസിറ്റി കിട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു ഇങ്ങനെയുള്ള രേണുസുധിക്ക് ആളുകൾ സഹായിച്ചത്. ഓക്കെ, അവിടെ ആര് വരികയാണെങ്കിൽ അവർക്ക് പബ്ലിസിറ്റി കിട്ടുമായിരുന്നു. പിന്നെ ദാനം കിട്ടുക ശരിയാണ്, പക്ഷേ അത് അവരില്ലായിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നു. ഇവർക്കും പബ്ലിസിറ്റി കിട്ടിയിട്ടല്ലേ ചെയ്തത്. നിങ്ങൾ ഇത്ര ചോദ്യം 6-7 ലക്ഷത്തിനാണ് മറ്റ് വീടുകൾ പണിത് കൊടുത്ത് പറഞ്ഞു. രേണുസുധിയുടെ കൊച്ചുങ്ങൾക്ക്, കൊല്ലം സുധിയുടെ രേണുസുധിയുടെ കൊച്ചുങ്ങൾക്ക് ഇവർക്ക് വെച്ചു കൊടുത്ത വീട് 28-25 ലക്ഷമാണെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ കുറേ കംപ്ലൈൻറ്റുകളുണ്ട്. പക്ഷേ 20-25 ലക്ഷം എന്തുകൊണ്ടാണ് ഇവർക്ക് വെച്ചു കൊടുത്ത് ബാക്കി വീടുകൾ 6-7 ലക്ഷത്തിനല്ലേ? പബ്ലിസിറ്റി, മാർക്കറ്റിംഗ്. ഇവരത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ സംഗതി അവിടെ ഉണ്ടായിരുന്നു, മാർക്കറ്റിങ്ങും പബ്ലിസിറ്റി. ഇവർ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ, ചാനലുകളൊക്കെ പബ്ലിസിറ്റി മാർക്കറ്റിംഗ് നടത്തുമായിരുന്നു. ഇല്ലേ? ഈ ലാഭത്തെ എന്തുകൊണ്ടാണ് ഇവർ അംഗീകരിക്കാത്തത്? മനപ്പുറം അത് വിഴുങ്ങണം. അപ്പോഴും ദാനം കൊടുത്തു. കോമാളിത്തരം ഫുൾ കാണിച്ചുകൊണ്ട്, അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അവര് കോമാളിത്തരം കാണിക്കുന്നു. കോമാളിത്തരം കാണിക്കണം. എങ്ങനെ കോമാളിത്തരം കാണിക്കണേ? എന്ത് കോമാളിത്തരം കാണിക്കണേ? കോമാളിത്തരം കാണിച്ചവർക്ക് എന്താ? എന്റർടൈൻമെന്റ് നമുക്ക് എല്ലാ രീതിയിലും ചെയ്യാം. ഇപ്പം ഞാനൊരു ആക്ടർ ആണെങ്കിൽ എനിക്ക് കോമഡി ചെയ്യാം, എനിക്ക് കോമാളിത്തരങ്ങൾ ചെയ്യാം. സർക്കസിലൊക്കെ കോമാളിത്തരം ചെയ്യുന്നത് എന്റർടൈൻമെന്റ് ആണ്. അത് മോശമല്ല, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് എന്റർടൈൻമെന്റ് മാത്രമാണ്. അത്തരം എന്റർടൈൻമെന്റ് ഒരിക്കലും ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള വ്യക്തിത്വങ്ങളെ ഇല്ലാണ്ടാക്കാനോ ബാക്കിയുള്ള ആളുകളുടെ സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സുകൾക്ക് മുറിവേൽക്കാനോ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അത്തരം അങ്ങനെയാണെങ്കിൽ മല്ലു റാപ്പർ ചെയ്യുന്നത് വളരെ ക്രൂരമായ സംഗതിയല്ലേ? അല്ലേ? കോമാളിത്തരമൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള സംഗതിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർ മല്ലു റാപ്പറിനെതിരെയാണോ? എനിക്കറിയില്ല കേസ്. ഞാൻ മല്ലു റാപ്പറിനെതിരെ എന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞു മാത്രം. അങ്ങനെയാണെങ്കിൽ അത് വൻ ക്രൂരതയല്ലേ? ഇന്ന് സോഷ്യൽ മീഡിയ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഇത്തരം ക്രിമിനൽസിനെ വളർത്തുന്നത്? അതാണ് സംഭവം. ഇതന്നെയാണ് തിരിച്ചും ചോദിക്കാനുള്ളത്. പക്ഷെ നമ്മളത് അങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങനെ പറയില്ല. ഒരാൾ ക്രിമിനലാണെന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുകയാണ്. നിങ്ങളൊരവസ്ഥ ആലോചിച്ച് നോക്കിൻ. ഇതാ രേണുസുധി ഒരു ക്രിമിനലാണ് തന്നെയാണ് ക്യാപ്ഷൻ. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഇതിന് പ്രതികരിക്കാനും ആൾക്കാരില്ലേ?
ഫെമിനിസ്റ്റുകൾ, എഴുത്തുകാർ, സംഘടനകൾ, ഇവരൊക്കെ എവിടെയാ? ഒരു അഭിപ്രായം കൊണ്ട് പോലും ഇതിനെ ചെറുത്ത് നിൽക്കാത്തത് എന്തുകൊണ്ടാണ്? എനിക്കതാ മനസ്സിലാവത്ത് ഗൈസ്. തലയിൽ ആൾതാമസമുള്ള വ്യക്തിത്വബോധത്തിനും സ്വാതന്ത്ര്യബോധത്തിനും ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ ഇവിടെ ഇല്ലേ? എല്ലാവരും മരിച്ചുപോയോ? വായ മൂടിക്കെട്ടി ഇരിക്കുകയാണ്. എന്നിട്ട് ഇവർ പറയുന്ന എന്താ പറയുക, ഇത് ക്രിമിനൽ മൈൻഡ് സെറ്റ്, ക്രിമിനലാണ് ഇതിന് അങ്ങനെയുള്ള രീതിയിൽ. എനിക്ക് അതേപോലെ തിരിച്ചു പറയാൻ തന്നെ ഭയങ്കര പ്രശ്നമുണ്ട്. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് വേറൊരാളെ എന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം, ഞാൻ അയാളെ തെറി വിളിക്കണത് അടിപൊളിയില്ലേ? ഇതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, മറ്റയാളങ്ങനെ തെറി വിളിച്ചു എന്നല്ല കേട്ടോ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഇത്തരം നെഗറ്റീവായിട്ടുള്ള ആളുകളെ വളർത്തുന്നത്. നെഗറ്റീവായ ആളുകളെ ആരെ വളർത്തുന്നത്? ഇദ്ദേഹത്തിൻ്റെ ഇത് പക്ക നെഗറ്റീവായിട്ടൊക്കെ തോന്നുന്നത്. ആരാ വളർത്തുന്നത്? ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുകൾ ആരാ വളർത്തുന്നത്? എനിക്കതിനെ തിരിച്ചു ചോദിക്കാനുള്ളത്. ചെയ്താലും അത് സമൂഹത്തിന് ഒരു അവർക്ക്, അതായത് ആ നെഗറ്റീവ് ചെയ്യുന്ന ആളുകൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ, അവരെ വളർത്തുന്ന രീതിയിലാണ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് സൈഡാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നല്ല രീതിയിൽ പോകുന്ന കലാകാരന്മാർ ഒരുപാടുണ്ട്. അവരെക്കാളും കൂടുതൽ അക്സെപ്റ്റൻസ്. ഏതായി നല്ലതും ചീത്തയും? നിങ്ങൾ നല്ലതെന്ന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഗൈസ് ഞാനൊരു സന്തോഷത്തോട് പറഞ്ഞു പറ്റും. നിമിഷ, ബിജു അവരുടെ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വ്യക്തി സ്വാതന്ത്ര്യമുള്ള ആളുകൾ അവരുടേതായ രീതി ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നതിൽ നമ്മളെന്തിനാണ് കുറ്റം പറയുന്നത്? അത് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ റെസ്പോണ്ട് ചെയ്യാം, പക്ഷേ അത് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവർ ലൈവ് ചെയ്യണതും ഇതൊക്കെ എന്താ വിഷയം? അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിയമപരമായി ഓക്കെ ആണെങ്കിൽ പിന്നെ എന്താ വിഷയം എന്നൊക്കെ രീതിയിലാണ് ഞാൻ സംസാരിച്ചിരുന്നത്. അതിൻ്റെ താഴെ നിമിഷ ബിജു വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ ഒരുപാട് നന്ദി, ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യലില്ല, അങ്ങനെ ഒരു രീതിയിലുള്ള സംഗതിയായിരുന്നു. ആ കമൻറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല, എന്ന് വെയിട്ടാണ് കമൻറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ആലോചിക്കണതേ, ഇവിടുന്ന് സപ്പോർട്ട് കിട്ടാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ പലരും അനുഭവിക്കേണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് ദയവ് ഇത് ട്വിസ്റ്റഡായിട്ട് എടുക്കരുത്. പറയുന്ന കാര്യം മനസ്സിലാവുന്നു. 27